ഹായ് ഹലോ മോംസ് വീട്ടിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. ടൊമാറ്റോ ചട്നി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് ഇഡലിയുടെ ആയാലും ദോശയുടെ കൂടെ ആയാലൊക്കെ നല്ല കിടുക്കാച്ചി ടേസ്റ്റിലുള്ള ഒരു ടൊമാറ്റോ ചട്നി തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2-3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചി ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു വലിയ സവാള ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കുക. ഒരു പച്ചമുളക് ഇതുപോലെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഈ സവാള വഴന്ന് കിട്ടത്തക്ക രീതിയിലുള്ള ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ളത്. തികയാതെ വരുവാണെങ്കിൽ കുറച്ചിടുന്നത് നല്ലത്. തികയാതെ വരുവാണെങ്കിൽ പിന്നീട് ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും പ്രിയപ്പെട്ടവർക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ഞാനിതാ 2-3 തക്കാളി എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളി. അതും കൂടെ നമുക്കിതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. ഈ സമയം സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് അരച്ചെടുക്കണമല്ലോ എന്തായാലും. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കാശ്മീരി മുളക് പൊടി ഒരു 1.5-2 ടീസ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ മുളക് പൊടിയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ ജീരകം കൂടെ ഇതിലൂടെ നമുക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ജീരകം മുഴുവനാണെങ്കിൽ ആദ്യമേ ആ എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ അതിലിട്ട് പൊരിച്ചെടുത്താൽ മതി. പക്ഷെ ഞാനിപ്പോൾ പൊടിച്ച ജീരകം ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇട്ടേ. അതിനുശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റി യോജിപ്പിക്കാം. ഇതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറി കിട്ടുമ്പോൾ നമുക്കിത് മാറ്റി ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ പെട്ടെന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇത് നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ദാ നമ്മൾ തക്കാളി ചട്നി എല്ലാം നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ വഴറ്റിയൊക്കെ എടുത്തുകൊണ്ട് ഇനി നമ്മൾ പ്രത്യേകിച്ച് ഇത് തിളപ്പിക്കുകയൊന്നും വേണ്ട. അപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവുണ്ട്. അപ്പോൾ വെള്ളം ആവശ്യത്തിനനുസരിച്ച് തിളപ്പിച്ച് അരച്ച വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരല്പം ഉപ്പ് കൂടെ വേണമായിരുന്നു ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനായിട്ടൊരു താളിപ്പും കൂടെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ നിങ്ങൾ ഉപയോഗിക്കുക. വെളിച്ചെണ്ണയിലാകുമ്പോൾ ഒന്നുകൂടി ഇതിനൊക്കെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്ത് കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. അതൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കൊരു 2 ചെറിയ ഉള്ളി, ചുമന്നുള്ളി ഇതുപോലെ ഒന്ന് വട്ടത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലപോലെ ഒന്ന് ചുമന്ന് വരുമ്പോൾ 1-2 വറ്റൽമുളകും 1-2 തണ്ട് കറി ലീഫും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ച് ഈ താളിപ്പ് നമുക്ക് ഇനി ഈ ചട്നിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഇതൊന്ന് നല്ലപോലെ ഒന്ന് അടച്ച് വയ്ക്കാം. 5-10 മിനിറ്റ് ഇരിക്കട്ടെ, കുഴപ്പമില്ല. ഉടനെ ഒന്നും നമ്മളിത് തുറന്ന് ഉപയോഗിക്കാൻ തുടങ്ങണ്ട. അപ്പോൾ ഇതിൻ്റെ മണമെല്ലാം അങ്ങ് പോവും. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇതാ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള നമ്മുടെ തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇഡ്ഡലി തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇത് എടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് എന്നെ അറിയിക്കുക. അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു. അപ്പോൾ ഇതാ ഞാൻ ഇഡ്ഡലിയുടെ കൂടെ ഈ ചട്നി ഒന്ന് സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇതിനി വേറെ ചമ്മന്തിയോ അല്ലെങ്കിൽ സാമ്പാർ അങ്ങനെ ഒന്നും വേണമെന്നില്ല കേട്ടോ. ഇത് മാത്രം മതി. അപ്പോൾ നാളെ ഇതേ സമയം ഞാനൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.